ഒരു ബിസ്ക്കറ്റ് എടുത്തു കേട്ടോ. അത് മാത്രം മതിയോ? മതി, പണിയൊക്കെ കുറവാ. ചിലവരിക്കലിന്റെ ഭാഗമായിട്ടേ ബിസ്ക്കറ്റിൽ ഒതുക്കാന്ന് വെച്ചു. ഇത് എത്ര ഇത്? 10 അത് 10 രൂപ. രഘു, നിന്റെ കാര്യങ്ങളൊക്കെ വെടുപ്പായിട്ടങ്ങ് നടത്തിയല്ലോ ഇല്ലേടാ? നീ നേരത്തെ ആൾക്കാരൊക്കെ വിളിച്ചു കൂട്ടി നിന്റെ പെങ്ങളുടെ കല്യാണമൊക്കെ നീ അങ്ങ് നടത്തിയല്ലോ. അന്ന് ഞാനും വന്നായിരുന്നു. 5000 രൂപ ഞാനും സംഭാവന തന്നെയാ, ഓർമ്മയുണ്ടോ? ഞാനും കഴിഞ്ഞ ആഴ്ച ഒരു പരിപാടി നടത്തിയായിരുന്നു, അതിനെ കണ്ടില്ലല്ലോ. ഞാൻ വന്ന 5000 രൂപ എഴുതിച്ചതേ എനിക്ക് പുണ്യം കിട്ടാനൊന്നുമല്ല, തിരിച്ചു കിട്ടാൻ വേണ്ടി തന്നെ. മര്യാദക്ക് എന്റെ കാശ് വീട്ടിൽ കിട്ടും തന്നോണം. ഉളുപ്പില്ലാത്ത പണി എന്നോട് കാണിക്കരുത്. നാട്ടുകാരെയും വിളിച്ചുകൂട്ടി കല്യാണം നടത്തി കായും മേടിച്ച് കടം തീർത്തിട്ട് വന്ന് കാശ് തിരിച്ചു വഹിക്കുമ്പോ തലയും കൊണ്ട് ചിരിക്കുന്നോടാ നാണം ഇല്ലാത്തവനെ. എന്തൊരു ഇത്, കല്യാണത്തിനൊക്കെ പൈസ വാങ്ങിച്ചാൽ തിരിച്ചു കൊടുക്കണ്ടായോ? അല്ലെ നാണക്കേടല്ലേ? എങ്ങനെ ഇന്ന് നാണം കിടേണ്ട കാര്യമുണ്ടോ? മനഃപൂർവ്വം കൊടുക്കാൻ ഞാൻ അല്ലിക്ക. കഴിഞ്ഞ ആഴ്ച 4 കല്യാണം ഉണ്ടായിരുന്നു. ഇക്കാക്ക് അറിയാവുന്ന കേസല്ലേ. പൈസ ഒപ്പിച്ചത് തികഞ്ഞില്ല. ഞാൻ പുള്ളിയെ ചെന്ന് കണ്ട് പറഞ്ഞു കൊടുക്കാനായിട്ടിരുന്നാ. ഇങ്ങനെ നാണം കേട്ടോന്ന് വിചാരിച്ചില്ല. എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കാൻ ബാധ്യസ്ഥരാകും നമ്മൾ. അല്ലെങ്കിൽ ആരുടെയും കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കാതെ പരിപാടി നടത്തണം. അത് എന്നെക്കൊണ്ടോ നിന്നെക്കൊണ്ടോ പറ്റുന്ന കാര്യമല്ല. എങ്ങനെങ്കിലും നീ ആ പൈസ അങ്ങ് തിരിച്ചു കൊടുക്കാൻ നോക്കരുത്. പുള്ളി പറഞ്ഞതിനകത്ത് തെറ്റൊന്നുമില്ല. ഒരു സമയത്ത് നമ്മൾ ഈ കാശൊക്കെ മേടിച്ച് കല്യാണം നടത്തുമ്പോൾ നമ്മുടെ കടമൊക്കെ തീരാൻ അതൊരു വലിയൊരു ഉപകാരമാണ്. പക്ഷേ ഒരു സമയത്ത് നമുക്ക് ഉപകാരപ്പെടുന്നത് പിന്നീട് നമുക്ക് വലിയ ബാധ്യതയായി തീരും. 10 രൂപ തരാണ്ട് വെച്ചു.